ഞാൻ ക്ഷണിക്കാൻ പാടില്ല, നോമ്പ് തുറപ്പിക്കാൻ പാടില്ല, സൽക്കരിക്കാൻ പാടില്ല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത്. അങ്ങനെയൊന്നും എടുക്കല്ലേ. ഒരു ഹസ്ബൻഡ് അങ്ങനെ സ്വന്തമായിട്ടാണ് തീരുമാനിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഈ വൈഫിനെ കൂടി കൺസിഡർ ചെയ്യണം. വൈഫിന് ഇത് ഉണ്ടാക്കാൻ കഴിയോ ഇല്ലേ? കാരണം അങ്ങനെയൊന്നും കൂലി നിങ്ങൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല. വീട്ടിലുള്ള ഒരു പെണ്ണിനെ ഇടങ്ങാറാക്കിയിട്ടൊന്നും നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് സൽക്കരിച്ചാലൊന്നും ആ കൂലി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണില്ല കേട്ടോ. ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കണം, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ റമദാൻ സീരീസ് വീഡിയോയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തില്ലേ. ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ കുറച്ച് കാഴ്ചപ്പാട് നോമ്പിനെ കുറിച്ച്, എനിക്ക് പേഴ്സണലി ഉള്ള നോമ്പിനെ കുറിച്ചും നോമ്പിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കും പോലെ അങ്ങോട്ട് ഓപ്പണായിട്ട് സംസാരിച്ചതാണ് കേട്ടോ. ആ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്ന പോലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എനിക്ക് എന്തോ ഒരു ആക്സെപ്റ്റൻസ് ആണെന്നറിയോ ആ ഒരു വീഡിയോക്ക് കിട്ടിയത്. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം അതെന്താണെന്നറിയോ, എല്ലാവരും ഒരുപാട് പേര് എനിക്ക് ആ ഒരു വീഡിയോക്ക് കമൻസ് തന്നു കേട്ടോ. നെഗറ്റീവ് കമൻസും ഉണ്ട്, പോസിറ്റീവ് കമൻസും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ള കമൻസ് ഒന്നും അല്ല കേട്ടോ. എല്ലാവരും എന്താ പറയുക, അതിനോട് യോജിപ്പുള്ളവർ ആ യോജിപ്പുള്ള കമൻസ് വിട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ആളുകൾ വളരെ മാന്യമായിട്ട് തന്നെ ഈ ഒരു അഭിപ്രായങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ടോ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇത്രയും രണ്ട് കയ്യും നീട്ടി നിങ്ങൾ എൻ്റെ ആ ഒരു വീഡിയോ സ്വീകരിച്ചല്ലോ, അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻസാണ് ഇതിന് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്കതിൽ കുറേ കമൻസ് വന്നതിൽ എന്താ പറയുക, റമദാൻ പ്ലാനറായിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഉണ്ടല്ലോ, റമദാൻ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനർ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാനൊന്നും കഴിയൂല. സത്യത്തിൽ ഓരോ മനുഷ്യന്മാർക്കും ജീവിത സാഹചര്യങ്ങൾ വേറെ വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഓരോ ചെയ്യുന്ന രീതികളും സ്പീഡും കാര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്ലാനർ ഇങ്ങനെ എഴുതിയിട്ട് അത് നമ്മൾ വേറൊരാളൊരു പ്ലാനർ എഴുതിയിട്ട് അതിനനുസരിച്ച് നമ്മളിങ്ങനെ കണ്ടിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ ആവണം എന്നില്ല. അപ്പം നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആവുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് ഓരോരുത്തർക്കും പേഴ്സണലി അറിവിനുണ്ടാവുമല്ലോ. എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, ആ കാര്യം ചെയ്യാനുണ്ട്, ഈ കാര്യം ചെയ്യാനുണ്ടെന്നൊക്കെ. അതൊക്കെ നിങ്ങൾ എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തിട്ട് ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം മാറ്റി വെക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ട് തന്നെ അതിൻ്റെ താഴെ എനിക്ക് വന്ന വിയോജിപ്പുള്ള കമൻസ് വന്നു എന്ന് പറഞ്ഞല്ലോ. ആ കമൻസിൽ വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് കേട്ടോ. അതും അവരുടെ ജീവിതം വെച്ചിട്ടാണ് അവർ പറയണത്. അതായത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയണതൊന്നും ശരിയല്ല, കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഉപ്പാക്ക് വേറൊരു സ്നാക്ക് ഉണ്ടാക്കും, ഉമ്മാക്ക് വേറെ സ്നാക്ക് ഉണ്ടാക്കും, കുട്ടികൾക്ക് വേറെ സ്നാക്ക് ഉണ്ടാക്കും, ഹസ്ബൻഡിന് വേറെ ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഈ ഭാഗത്തുകൾ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ കേട്ടോ. ആക്ച്വലി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയണതെല്ലാം പിന്നെ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവുന്ന കാര്യങ്ങൾ ആവണം എന്നില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ വ്യൂവും എൻ്റെ കുറച്ച് സ്റ്റൈലുകളൊക്കെ ഉണ്ടല്ലോ. അതായത് എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്താണ്, കഴിയുന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങനത്തെ. അപ്പോൾ അതിനോട് യോജിപ്പുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കമൻറ്റ് വായിച്ചപ്പം എനിക്ക് തോന്നിട്ടോ, അതായത് ആ ചെയ്യുന്ന ആളെന്ന് പറയുമ്പം കുക്കിങ്ങിനോട് അത്രയും ഇഷ്ടമുള്ള ഒരാളായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോണ്ടല്ലോ, നമുക്ക് സമയം പോകുന്നതേ അറിയൂല. മാത്രമല്ല നമുക്കത് എന്താ പറയുക, നമ്മൾ ടയേർഡാവില്ല, ക്ഷീണിക്കൂല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതാണ് നമ്മുടെ ഇഷ്ടമുള്ള വർക്ക് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിക്കാത്തൊരു കാര്യം എന്തായിരിക്കും? അത് നമ്മൾ ഉറക്കൊഴിച്ച് നമ്മൾ ചെയ്താലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും ക്ഷീണിക്കൂല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. എങ്ങനെ ഇഷ്ടമാണ്, കുക്കിങ്ങിൻ്റെ ഒരു പാഷനൊന്നും അല്ല. അതായത് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അടുക്കളയിൽ കയറിയിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അതിങ്ങനെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിട്ട് അതിങ്ങനെ അവർ കഴിക്കുമ്പോൾ കാണുന്ന ഒരു സന്തോഷം, അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ. പിന്നെ ഞാൻ കുറേ നേരം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആകെ ക്ഷീണിക്കും. പിന്നെ എനിക്ക് സമയം കുറേ ബാക്കി ഉണ്ടെങ്കിൽ പോലും ആ ബാക്കിയുള്ള സമയം എനിക്ക് ഇബാദത്ത് ചെയ്യാനൊന്നും കഴിയൂല. കാരണം ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഓൾറെഡി ഞാൻ ആകെ വേർത്ത് ചൂടെടുത്ത് ക്ഷീണിച്ച് ആകെ ഇതാവും. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് കഴിക്കാനുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല. കാരണം ഇത് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചുകൊടുത്ത് വേണ്ടവരെടുത്ത് കഴിച്ചോളി എന്നുള്ള അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അത് എൻജോയ് ചെയ്ത് കഴിക്കണമെങ്കിൽ നമുക്ക് ആ ക്ഷീണം ഇല്ലാണ്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ സമയം അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്ത് ക്ഷീണിക്കണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ പണി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പണി എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും
നിൽക്കുകയാണ് കേട്ടോ. കാരണം ഈ പ്രത്യേകിച്ച് മരുവ് കഴിഞ്ഞിട്ട് നമ്മൾ ആ മരുവ് സ്ഥലയും പിന്നെ അതുപോലെ തന്നെ തറാവീന് പോകുന്നവരാണെങ്കിൽ നമുക്ക് ആ സ്ഥലൻ്റെ ടൈം ആകുമ്പോഴേക്കും പള്ളിയിൽ എത്തണമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഈ അടുക്കള ക്ലീൻ ആക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് കഴിഞ്ഞ വർഷത്തെ നോമ്പിനും ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒന്നുകൂടി മുൻകൂട്ടി അങ്ങനെയൊന്നും വേണ്ടാന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്നാക്കുകൾ ഉണ്ടാക്കണ്ടെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ ഓൾറെഡി ഈസി ആയ സ്നാക്കുകൾ ഉണ്ടാവുമല്ലോ. അത് എനിക്ക് ഈസി ആയതാവില്ല വേറൊരാൾക്ക് ഈസി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈസി ആയ സംഗതികൾ മാത്രം നിങ്ങൾ ഉണ്ടാക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ വീഡിയോ ഇങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നോക്കി വേറെ ആളുകളുടെ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ആ ലൈഫ് സ്റ്റൈൽ മൊത്തമായിരിക്കും അവർ കാണിക്കുന്നത്. രാവിലെ മുതൽ മരുവ് വരെ അല്ലെങ്കിൽ അത്താഴം പ്രിപ്പറേഷൻ എല്ലാം കാണിക്കും. ഇതൊക്കെ നമ്മൾ ഒരു കുറേ ആളുകൾ കണ്ടിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവല്ലേ. അപ്പോൾ അങ്ങനെ നോക്കാതെ നിങ്ങൾ റമദാനിന് മുന്നേ തന്നെ ഇനി വേണമെങ്കിൽ കഴിഞ്ഞ റമദാനിന് അവർ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇപ്പോൾ ഇരുന്ന് കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ഇഷ്ടപ്പെട്ടത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന സ്നാക്ക് ഉണ്ടാക്കും നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. നിങ്ങൾ അത് കണ്ടിട്ട് വെറുതെ സമയം കളയണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ വ്യൂസ് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടും അല്ല കേട്ടോ. നിങ്ങൾ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ റമദാൻ സ്നാക്ക് ഉണ്ടാക്കണേ നിങ്ങൾ കഴിഞ്ഞ റമദാനിന് മുന്നേ തന്നെ കഴിഞ്ഞ റമദാൻ്റെ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കാമല്ലോ ഇന്നതൊക്കെ ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. പിന്നെ അത് യോജിപ്പില്ലാത്തവരുണ്ടാവും യോജിപ്പുള്ളവരുണ്ടാവും. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്, എനിക്കിങ്ങനെ ഇബാദത്തിനൊക്കെ വേണ്ടിയിട്ട് കുറേ സമയം മാറ്റി വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എന്താ പറയുക കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം, അതുപോലെ എല്ലാവർക്കും കൊടുക്കണം, കുറേ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ വിളിക്കണം, അങ്ങനെയൊക്കെ. അതിപ്പോൾ എന്താ ഞാൻ പറയാ എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇത് ഉണ്ടാക്കുന്ന വൈഫാണല്ലോ. അപ്പോൾ ശരിക്കും വൈഫിനോട് ചോദിച്ചിട്ട് വേണം വേറൊരാളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴും ഞാൻ ക്ഷണിക്കാൻ പാടില്ല, നോമ്പ് തുറപ്പിക്കാൻ പാടില്ല, സൽക്കരിക്കാൻ പാടില്ല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത്. അങ്ങനെയൊന്നും എടുക്കല്ലേ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് അങ്ങനെ സ്വന്തമായിട്ടാണ് തീരുമാനിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഈ വൈഫിനെ കൂടി കൺസിഡർ ചെയ്യണം. വൈഫിന് ഇത് ഉണ്ടാക്കാൻ കഴിയോ ഇല്ലേ, ആൾ ടയേർഡാവോ, ആളുടെ വിഭാഗത്തിന് ഇത് ബാധിക്കുന്നുണ്ടോ, ആളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നുണ്ടോ, ഫിസിക്കൽ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആ വൈഫിന് പ്രാധാന്യം കൊടുത്തിട്ട് വേണം മറ്റുള്ളവർ വിളിക്കാൻ. അപ്പോൾ വൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ഒരു സൽക്കാരം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ബാക്കി സാധനങ്ങളൊന്ന് പൈസ കൊടുത്ത് മേടിക്കണം. എന്നിട്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് കഴിക്കണം. അതും നോമ്പ് തുറപ്പിക്കൽ തന്നെ ആണല്ലോ. അല്ലാതെ എല്ലാതും വൈഫിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചിട്ട് വൈഫ് തന്നെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വൈഫ് അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. വൈഫ് അത് എൻജോയ് ചെയ്യുന്നില്ല, ക്ഷീണിക്കുന്ന ഒരാളാണ്, ആൾക്ക് വയ്യ നോമ്പ് നോറ്റിട്ട് ഇതൊന്നും ചെയ്യാനെന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കരുത് എന്നാണ് ഹസ്ബൻഡ്സിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയൊന്നും കൂലി നിങ്ങൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല. വീട്ടിലുള്ള ഒരു പെണ്ണിനെ ഇടങ്ങാറാക്കിയിട്ടൊന്നും നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് സൽക്കരിച്ചാലൊന്നും ആ കൂലി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണില്ല കേട്ടോ. പിന്നെന്താ പറയുക, നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ളവരല്ലേ സന്തോഷിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പെണ്ണിനെയും ഈ ഒരു മക്കളെയൊക്കെ സന്തോഷിപ്പിക്കാനും പുറത്തുനിന്ന് ആരും വരില്ലല്ലോ, ഈ വീട്ടിലുള്ള ആണല്ലേ പറ്റുള്ളൂ. അപ്പോൾ അയാൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് വീട്ടിൽ ഉള്ളിലുള്ളവർക്കാണ്. എന്നിട്ട് അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ ക്ഷണിക്കാനും സൽക്കരിക്കാനും ഒക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ വൈഫിനും കൂടി അതിൽ എൻജോയ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ അപ്പോൾ ആ ഒരു എന്താ പറയുക കമൻറ്റ് ഇട്ട ആളോട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പം. അത് ഹസ്ബൻഡിനെ എതിർത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ വയ്യാഞ്ഞിട്ടും അതൊക്കെ ചെയ്യണത്. ഏതായാലും എന്താ പറയുക റബ്ബ് അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ആമീൻ. പിന്നെ എന്താ പറയുക, ഇനി എന്നോട് റമദാൻ പ്ലാനർ വേണം എന്ന് പറഞ്ഞത് അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഏതോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരാളിങ്ങനെ പ്ലാനർ ഉണ്ടാക്കിയിട്ട് വേറെ ആൾ അത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ പല 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 ഡിഫറെൻറ്റ് ഐഡിയകളും ഡിഫറെൻറ്റ് കഴിവുകളും താല്പര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ റമദാനായിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇബാദത്തിൽ ഇങ്ങനെ കുട്ടിയിരുന്ന് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ സുന്നത്തുകൾ തന്നെ ഒന്ന് അധികരിപ്പിച്ചാൽ, അതായത് നമ്മൾ സാധാരണ ചെയ്യാത്ത എന്നാൽ സാധാരണ ചെയ്യേണ്ട സുന്നത്തുകളുണ്ടല്ലോ. ഞാൻ സാധാരണക്കാരുടെ കാര്യമായിട്ട് പറയണത്, ഞാൻ ഭയങ്കര ഖുറാൻ്റെ നടു പേജാണ്. അപ്പം അതാ ഞാനിങ്ങനെ എൻ്റെ കുറേ സംഗതികൾ ഇങ്ങനെ അങ്ങനെ ഇത് ഫോളോ ചെയ്യൂ അത് ഫോളോ ചെയ്യൂ അങ്ങനെയല്ല. ഞാൻ എൻ്റെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ
നമ്മളെ അള്ളാഹു ഹെൽപ്പ് ചെയ്യുന്നതാണല്ലോ. അത്രേ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് പറയുമ്പം എനിക്കും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എനിക്കും കൂടി ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയണുള്ളൂ. അപ്പം അതിലിപ്പം നമ്മൾ ഒന്ന് നമ്മളെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ രാത്രി നമസ്കാരം നമ്മൾ മിക്ക ആളുകളും ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവില്ലല്ലോ. ഈ തഹജ്ജുദാണെങ്കിലൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ചെയ്യുന്നവരാണെങ്കിലും ഇപ്പം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി കഴിഞ്ഞാൽ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഇപ്പം ഈ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ തന്നെ അങ്ങനെയാണ്. നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയി പോകുന്നൊരു കാര്യം എങ്ങാനും എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വന്നോ പിന്നെ അത് നമുക്ക് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതുപോലെ ബ്രേക്കായി പോയവരോ അല്ലെങ്കിൽ ഇതുവരെ രാത്രി നമസ്കാരം ചെയ്യാത്തവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. നമ്മൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് എന്ത് വെച്ചാൽ റമദാനല്ലേ, ഏതായാലും നിങ്ങൾ തറാവി നിസ്കരിക്കുക. ഇനിയിപ്പോൾ തറാവി നിസ്കരിക്കാൻ വയ്യെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ തഹജ്ജുദെങ്കിലും ആ ഒരു 3 റക്അത്ത് ഏറ്റവും മിനിമം ആയിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ പറ്റുമല്ലോ, അത് നിസ്കരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ റമദാൻ കഴിഞ്ഞിട്ടും അത് ഫോളോ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുബഹിൻ്റെ കുറച്ച് തൊട്ട് മുന്നേ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിൽ റവാത്തിബ് സുന്നത്തുകളുണ്ടല്ലോ. അതായത് നമ്മൾ ഫർള് നമസ്കാരം 5 വക്തിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്ത്, സുബഹിൻ്റെ മുന്നേ ഉള്ള എന്താ പറയുക 2 റക്അത്ത്, പിന്നെ അതേപോലെ തന്നെ ളുഹറിൻ്റെ മുന്നേ 4 റക്അത്തും ശേഷം 2 റക്അത്തും, പിന്നെ അസറിൻ്റെ കൂടെ ഇല്ല, മഗ്‌രിബിൻ്റെ ശേഷം 2 റക്അത്തും ഇശാൻ്റെ ശേഷം 2 റക്അത്തും, അങ്ങനെയുള്ള ആ റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടല്ലോ. ആ സുന്നത്തുകൾ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. അപ്പം തന്നെ അതായത് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ നമ്മളെല്ലാം കൂടെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അതിപ്പോൾ ഏത് സംഗതി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിർത്തി ജിമ്മിലൊക്കെ പോണ പോലെയാണ്. അപ്പം നമ്മൾക്ക് എന്ന് ഫോളോ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റമദാൻ്റെ തുടങ്ങി വെക്കാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ റമദാൻ്റെ 30 ദിവസം ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതല്ല. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് കൊടുക്കാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ റവാത്തിബ് സുന്നത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈസി ആവില്ല, ഇതുവരെ ചെയ്യാത്തവർക്ക് അത് കുറച്ച് ടഫ് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ആ ളുഹറിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ മുന്നേ 4 റക്അത്തും കഴിഞ്ഞിട്ട് 2 റക്അത്തും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ഒക്കെ. പിന്നെ നിങ്ങൾ ഫർള് നിസ്കരിക്കുന്ന തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം, നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ച് പോണ ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടെ അതിൽ തെക്കോ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയാം, നിസ്കരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തെക്കുബീർ കെട്ടി നിസ്കരിക്കാൻ നിന്ന് വിചാരിക്കുക. അപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇതിക്ക് പോകുമല്ലോ, റുക്കൂക്ക് പോകുമല്ലോ. അപ്പോൾ ആ റുക്കൂക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഓരോന്ന് നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഒന്നും മിണ്ടാണ്ട് ഓതി കഴിഞ്ഞിട്ടോ, അതായത് ആ ഓതിക്കഴിഞ്ഞ അവസാനത്തെ ആയത്ത് ഓതുന്നു അങ്ങോട്ട് കുനിയുന്നു അങ്ങനെയല്ല, എന്നിട്ട് വേഗം സമയം അള്ളാഹു അക്ബർ അങ്ങനെ പോവാതെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു സ്റ്റെപ്പ് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ അടുത്തലേക്ക് പോവുക, ആ റുക്കൂലേക്കാണെങ്കിൽ റുക്കൂലേക്ക് പോവുക. എന്നിട്ട് ആ റുക്കൂല് ചൊല്ലാനുള്ളത് ചൊല്ലിയിട്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കുക. എന്നിട്ട് അപ്പം എന്താ വെച്ചാൽ ടൈം എടുത്ത് നമുക്ക് ആ ഒരു നിസ്കാരം സ്ലോലി ഒന്ന് ഭയങ്കര സ്ലോലി ചെയ്യണം എന്നല്ല, പക്ഷേ നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ നല്ല റാഹത്തുണ്ടാവും. ഓരോ സ്റ്റെപ്പ് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന പോലെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട് എനിക്ക് ഈ റമദാൻ കൊണ്ട് കിട്ടിയതാണെന്ന്, അതുപോലെ അത് നിങ്ങൾ ഈ ഫർള് നിസ്കാരത്തിൻ്റെ ടൈമിലല്ലെങ്കിലും റവാത്തിബ് സുന്നത്തിൻ്റെ ടൈമിലും അതേപോലെ തറാവിൻ്റെ ടൈമിലൊക്കെ ഇതൊക്കെ സുന്നത്ത് നമസ്കാരങ്ങളാണല്ലോ. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നാവ് കൊണ്ട് പറയണ്ട, നിങ്ങളിങ്ങനെ മിണ്ടാതെ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്ക്. മനസ്സുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് നോക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന ആ ബുദ്ധിമുട്ട് അതെന്താണെന്ന് അത് അള്ളാഹിനോട് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു മാർഗം കാണിച്ചുകൊണ്ട് റബ്ബേ, എനിക്കൊരു വഴി കാണിച്ചുകൊണ്ട് റബ്ബേ എന്ന് അള്ളാഹിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അള്ളാഹു നിങ്ങൾക്കൊരു പരിഹാരം തരും. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, പ്രത്യേകിച്ച് നിങ്ങൾ ആ സുജൂദിൻ്റെ ടൈമിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സുജൂദിൻ്റെ ടൈമിൽ ആ സുജൂദ് ദീർഘിപ്പിക്കാനും പറ്റും. അങ്ങനെ ആകുമ്പോൾ മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ആ സുജൂദിൽ ചെല്ലാനുള്ളത് ചൊല്ലി കഴിഞ്ഞിട്ട് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യാൻ മിണ്ടാതെ നിന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം സുജൂദിൻ്റെ ടൈമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഓരോ സുജൂദിലും നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് അവിടെ തന്നെ ആ സുജൂദിൽ കിടന്നിട്ട് പറയുമ്പം ഒന്നും കൂടി നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെ
പിന്നെ അതുപോലെ തന്നെ അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സാധാരണ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളുണ്ടല്ലോ, അത് നിങ്ങൾ കറക്റ്റ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുഫ്തി മെങ്കിൻ്റെ ഇംഗ്ലീഷ് സ്പീച്ച് മനസ്സിലാവുന്നവരാണെങ്കിൽ കേട്ടോ, ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളൊക്കെ മനസ്സിലാവുന്നവരാണെന്നുണ്ടെങ്കിൽ മുഫ്തി മെങ്കിൻ്റെ ഒക്കെ നല്ല നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദുആകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മോർണിംഗ് അദ്കാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കറക്റ്റ് വീഡിയോസ് കിട്ടും. മോർണിംഗ് അദ്കാറുണ്ടാവും, ഈവനിങ് അദ്കാറുണ്ടാവും. അതായത് രാവിലെ ചെയ്യേണ്ട ദിക്റുകൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഉണ്ടാവും, വൈകുന്നേരം നമ്മൾ ആ മഗ്‌രിബിൻ്റെ മുന്നേ ചെയ്യേണ്ട ദിക്റുകളും ഉണ്ടാവും. അപ്പം അത് നമ്മളെ നബി പഠിപ്പിച്ച് തന്ന ആ കുറച്ച് ദിക്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടിട്ട് അതിൻ്റെ കൂടെ ചെല്ലാം. നല്ല സുഖമായിട്ട് നമുക്ക് അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെല്ലാം. അതേ സംഭവം തന്നെ നമുക്ക് നമസ്കാരത്തിൻ്റെ ശേഷം ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ കുറേ ചെയ്യേണ്ട, കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ആ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ആ സംഗതികൾ നിങ്ങൾ കറക്റ്റ് ചൊല്ലുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ ശേഷം അല്ലാതെ ചെല്ലാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ആയത്തുൽ കുർസി അങ്ങനത്തെ സംഗതികളൊക്കെ, അത് ആ ഒരു കറക്റ്റ് നിങ്ങൾ കുറച്ച് സംഗതികൾ എന്താ പറയുക നോട്ട് ചെയ്ത് വെച്ചിട്ട്, ഇനിയിപ്പോൾ അത് കാണാതെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ ഒക്കെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യാം. അത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് ചെയ്യാം. അപ്പോൾ അപ്പൊക്കെ എക്സ്ട്രാ കാര്യങ്ങളാണ്, നമ്മളെ ലൈഫിൻ്റെ മൊത്തത്തിലുള്ളത് മാറുകയാണ്, റൂട്ടീന് മാറണം, നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ സ്റ്റൈല് മാറുകയാണ്. മറ്റേ നമ്മൾ ചൊല്ലുന്നു, നിസ്കരിക്കുന്നു, സലാം കിട്ടുന്നു, പോരുന്നു, അതല്ല, അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അതൊരു 30 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് പിന്നെ തുടർന്ന് ചെയ്യാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. പെരുന്നാളിൻ്റെ അന്നെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് കല്ലിട്ട് ഉടക്കരുത് കേട്ടോ. പിന്നെ അങ്ങനെ അപ്പം സിമ്പിളായിട്ട് പിന്നെയും ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കുറച്ച് എന്താ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്നും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ വേറെ ഇപ്പം എന്താ പറയുക, നിങ്ങൾ മറ്റുള്ള ജോലികൾ, അതായത് വീടിൻ്റെ ക്ലീനിങ്ങോ അല്ലെങ്കിൽ കുക്കിങ്ങോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നിങ്ങൾ ക്ഷീണിച്ച് ബെഡിലും സോഫയിലൊക്കെ കിടക്കുന്ന സമയത്തോ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇസ്ലാമിക് സ്പീച്ചുകൾ കേൾക്കാൻ പറ്റും. നിങ്ങൾ ഇസ്ലാമിക് സ്പീച്ചുകൾ കേൾക്കുമ്പോണ്ടല്ലോ, ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ പറയണത്, അത് അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഓരോരുത്തർക്കും ഇപ്പം നമ്മൾക്ക് ഖുർആൻ തന്നെ കേൾക്കണത് പല പല ആളുകളുടെ ഓത്തുകളായിരിക്കുമല്ലോ നമുക്കിഷ്ടം. അല്ല, അതായത് ഒരേ ഒരാൾ, ഇപ്പം എനിക്കിഷ്ടം ഒരു കാര്യൻ്റെ ആയിരിക്കും കേൾക്കാൻ, ചിലപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടം വേറെ ആയിരിക്കും. ഇപ്പോൾ നമ്മളെ മക്കത്തുള്ള സുദൈസിൻ്റെ മക്കത്തെ ഇമാമുണ്ടല്ലോ സുദൈസ്, ആ സുദൈസിൻ്റെയൊക്കെ ഓത്ത് ഇപ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് കേൾക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിന് ഭയങ്കര ഒരു ഫീലും, അത് കേൾക്കുമ്പോൾ അതേപോലെ ഓതാനും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സ്പീഡാണ് തോന്നും, എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ അത് കേൾക്കുക, വേറെ ആരുടെയെങ്കിലും കേൾക്കാൻ ഇഷ്ടമുള്ളവർ അത് കേൾക്കുക. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇസ്ലാമിക് സ്പീച്ചുകൾ കേൾക്കുന്നതും, അതായത് നമ്മൾ ഓരോരോ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളുണ്ടല്ലോ അത് കേൾക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരുടെയാണോ അങ്ങനത്തെ കേൾക്കുക. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും, അപ്പോൾ എനിക്ക് മലയാളം കേൾക്കുന്നതിനേക്കാളും ഒന്നും കൂടി ഇഷ്ടം ഇംഗ്ലീഷ് സ്പീച്ചുകൾ കേൾക്കുന്നതാണ്. അപ്പോൾ എനിക്കത് മുഫ്തി മെങ്കിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം മുഫ്തി മെങ്ക് സംസാരിക്കുമ്പോൾ എനിക്കത് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ സംസാരിക്കണ പോലെ തോന്നും. അതായത് ഇപ്പോൾ നമ്മൾ ചില പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിലോ നമ്മളെ നരകത്തിക്കായിട്ട് അങ്ങോട്ട് സൃഷ്ടിച്ചതാണോ തോന്നും, നമുക്ക് നന്നാവാനേ തോന്നൂല ചിലപ്പോൾ. അതായത് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല, അത് എടുത്താൽ പൊങ്ങാത്തൊരു സാധനമാണ് ഇസ്ലാം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള എന്താ പറയുക ചില സംഗതികളൊക്കെ അങ്ങനത്തെ രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളോടാണ് പറയണത്, പെണ്ണേ നീ നരകത്തിലേക്കല്ലേ എന്നൊക്കെ അങ്ങോട്ട് പറയും, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റങ്ങൾ അങ്ങോട്ട് പറയും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളൊന്നും കൊള്ളാത്തതാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല, അപ്പോൾ മുഫ്തി മെങ്കൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവർ കേട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടട്ടോ ഇതുവരെ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളത് എപ്പോഴും മുഫ്തി മെങ്കിൻ്റെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്ത് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ തിരുത്തി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനത്തെ സ്പീച്ചുകൾ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നിങ്ങൾ ജോലികളും നടക്കും, എന്നാൽ ഈ സംഗതി നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഖുർആൻ പ്ലേ ചെയ്ത് വെച്ചിട്ട് ആ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ട് നിങ്ങൾ ജോലി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്മൾ ഖുർആൻ ഓതി തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നോമ്പിന്, അപ്പം അത് ചിലർക്ക് ഫോളോ ചെയ്യണത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം സുബഹിൻ്റെ ശേഷം ഇത്ര പേജ്, പിന്നെ ളുഹറിൻ്റെ ശേഷം ഇത്ര പേജ്, മഗ്‌രിബിൻ്റെ ശേഷം ഇത്ര പേജ്, അസറിൻ്റെ ശേഷം ഇത്ര പേജ്, അങ്ങനെ ഓരോന്ന് കറക്റ്റ് പേജ് എണ്ണി വെച്ച് ഓതുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ 30 നോമ്പാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഖത്തം തീർക്കുക അല്ലെങ്കിൽ 2 ഖത്തം തീർക്കുക, അങ്ങനെയൊക്കെ ഒരു എണ്ണി വെച്ച്. എനിക്കത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല കേട്ടോ. ഞാൻ ചെറിയ കുട്ടാകുമ്പോൾ തന്നെ മീൻസ് ഇപ്പോൾ നമ്മൾ ആ 10th പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷേൻ്റെ ഇടയിൽ ഇപ്പോൾ 4 ദിവസം 5 ദിവസം ചിലപ്പോൾ 8 ദിവസമൊക്കെ ലീവൊക്കെ ഉണ്ടാവുമല്ലോ.
പഠിക്കാനുള്ള സ്റ്റഡി ലീവാണ്. അന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും കേട്ടോ. നോട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ അകത്ത് ഞാൻ ആദ്യത്തെ ദിവസം ഈ ചാപ്റ്റർ തീർക്കും, ഇത്ര ചാപ്റ്റർ തീർക്കും, രണ്ടാമത്തെ ദിവസം ഇത്ര തീർക്കും, അങ്ങനെ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് തീർന്നു. നാലാമത്തെ ദിവസം ഞാൻ റിവിഷൻ ചെയ്യുന്നു, രണ്ടാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി വെക്കും. ഒരു നോട്ട് ബുക്കൊക്കെ അതിനായിട്ട് റെഡിയാക്കി വെക്കും. എന്നിട്ട് നല്ല കള്ളിയൊക്കെ വരച്ച് പ്ലാനിങ് ഡേറ്റ് ഒക്കെ ഇട്ട് ടൈമൊക്കെ വെച്ച് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഭക്ഷണം കഴിക്കുന്നു, ഇത്ര മണിക്ക് കുളിക്കുന്നു, ഇത്ര മണിക്ക് ഞാൻ എന്താ പറയുക ഇന്ന ലെസൺ തുടങ്ങുന്നു, ഇത്ര മണിക്ക് തീർക്കുന്നു, ഇത്ര മണിക്കൂർ ഞാൻ റിവിഷൻ ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഉറങ്ങുന്നു. അങ്ങനെയൊക്കെ എഴുതി വെക്കും. പക്ഷേ എഴുത്ത് മാത്രമേ നടക്കുള്ളൂ. ഇതൊന്നും പ്രാക്ടിക്കൽ ആവില്ല. ആദ്യത്തെ ദിവസം തന്നെ കൊളാവും. അപ്പോൾ ആദ്യത്തെ ദിവസം കൊള്ളാകുമ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ ദിവസം പെൻഡിങ് വന്നതൊക്കെ രണ്ടാമത്തെ ദിവസത്തേക്ക് അങ്ങോട്ട് കുതിത്തിരിക്കി ടൈം ടേബിൾ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. രണ്ടാമത്തെ ദിവസം റെഡി ആക്കിയിട്ട് മൂന്നാമത്തെ ദിവസം മുതൽ ശരിക്കുള്ളത് ഫോളോ ചെയ്യുക. അങ്ങനെ 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 സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ദിവസം ലീവ് ഉണ്ടെങ്കിൽ ആ 9 ദിവസം അല്ലെങ്കിൽ ആ 8 ദിവസം ഒന്നും നടക്കില്ല. ആ അവസാനത്തെ 2 ദിവസം ഉണ്ടല്ലോ, അന്നായിരിക്കും ഈ പ്ലാൻ ചെയ്തത് മുഴുവൻ എല്ലാം കൂടെ പഠിച്ചു തീർക്കുന്നത്. റിവിഷനും എല്ലാതും അന്നത്തെ ദിവസമായിരിക്കും. എന്നിട്ട് പരീക്ഷേൻ്റെ തലേന്ന് ഉറങ്ങും കൂടി ചെയ്യാതെ പരീക്ഷയ്ക്ക് പോകും. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ആളുകളോടാണ് ഞാൻ പറയുന്നത്. എന്നെ പോലുള്ള ഈ എഴുതി വെച്ച് ഇങ്ങനെ എന്താ പറയുക ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം എത്രയാണെന്ന് പറഞ്ഞാൽ എനിക്കത് പ്രാക്ടിക്കൽ ആവില്ല. എനിക്ക് പ്രാക്ടിക്കൽ എന്താ വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈമിൽ വരുമല്ലോ, ഒരു മൂഡുള്ളൊരു ടൈം, സ്പെഷ്യലി സുബഹിൻ്റെ ശേഷമുള്ള ടൈമൊക്കെ എത്ര കുറേ നേരം ഇങ്ങനെ അതും എനിക്ക് ഇരുന്നിട്ട് ഓതുമെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. ഒരിടത്ത് ഇരുന്നിട്ട് ഇപ്പം ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യണത് നടന്നിട്ടാണ്. കാരണം ഇത് ഇരുന്നിട്ട് പറയുമ്പോൾ എനിക്കൊരു സുഖം കിട്ടില്ല. അത് നടന്നിട്ടാകുമ്പോഴാണ് ഫ്ലോ കിട്ടുള്ളൂ. അതിൻ്റെ ഓത്തും അങ്ങനെ തന്നെ കേട്ടോ. ഖുറാൻ കൈയെടുത്തിട്ട് ഇങ്ങനെ നടക്കായിരിക്കും. അപ്പം നടന്നിട്ട് ഇങ്ങനെ ആ ഒരു സുബഹിൻ്റെ ശേഷം ഇങ്ങനെ നടന്ന് റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ ഓതും. അപ്പം അത് കുറേ നേരം ഓതും. അത് എത്ര പേജാണെന്ന് ഞാൻ നോക്കൂല. എനിക്ക് ഓതാൻ കഴിയാതെ അല്ലെങ്കിൽ നടക്കാൻ കഴിയാതെ ആ ടയേർഡായി തൊണ്ട ഇങ്ങനെ നമുക്കിങ്ങനെ കരകരപ്പ് വന്ന് ഇനി ഓതാൻ കഴിയൂല എന്ന് വരുന്നൊരു ടൈം ഉണ്ടല്ലോ, അത് വരെ ഓതും. അത് ഓതി ഇങ്ങനെ അപ്പോൾ കുറേ കഴിയും. എന്നിട്ട് ഞാൻ എത്ര പേജ് ഉണ്ട്, ഞാൻ എത്ര പേജ് തീർത്തു എന്നല്ല കേട്ടോ നോക്കുക. ഞാൻ ഇങ്ങനെ അത് ഖുറാൻ ഇങ്ങനെ പൂട്ടിയിട്ട് ഇങ്ങനെ ആ പേജുകളുടെ വണ്ണം അങ്ങനെ നോക്കുമോ, കട്ടി ഇത്ര ഇത്ര കഴിഞ്ഞു, അപ്പം ഇനി ഇത്രയും കൂടെ ഉള്ളൂ, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും. അങ്ങനെയാണ് ഞാൻ തീർക്കൽ കേട്ടോ. അത് ആ ഒരു ഏത് ടൈമിലാണ് ഇപ്പം ഇനി തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള രാത്രിയുള്ള ടൈം. അതേപോലെ ഉച്ചയ്ക്ക് ഞാൻ കുറേ സമയം ഓതി നിൽക്കാൻ എനിക്ക് കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഇപ്പം ഒരു പണിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണെങ്കിലും നമ്മൾ പോയിട്ട് 2 പേജ് എപ്പോഴാണ് മൂഡ് വരുന്നത് അപ്പം പോയിട്ട് എടുത്തിട്ട് ഓതുക. അങ്ങനെ തീർക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി പ്രാക്ടിക്കലായിട്ട് എനിക്ക് വർക്കാവലുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വർക്കാവുന്നവർ അങ്ങനെ ചെയ്യുക. ആ മൂഡ് വരുന്ന ടൈമിൽ മാക്സിമം ഓതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഇതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ കേൾക്കാത്തവരാണെങ്കിൽ, ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ മലയാളം അർത്ഥമൊക്കെ കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി ചെയ്യുന്ന സമയത്തോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ, ആ വീഡിയോ ഓൺ ആക്കിയിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഖുർആനിലുണ്ടോ. കാരണം നമ്മൾ ഈ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഇതിലുള്ള ഫുൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയണുണ്ടാവില്ലല്ലോ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനൊക്കെ ടൈം കണ്ടെത്തുന്ന ഒരു ടൈമായിട്ടൊക്കെ നിങ്ങൾക്ക് റമദാനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് വരുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഒരു മാറ്റം. നിങ്ങളിപ്പോൾ നിസ്കരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഓതുന്നത് ഏതെങ്കിലും 2 സൂറത്താണെന്ന് വിചാരിച്ചോ. അതായത് എന്താ പറയുക, ഇപ്പോൾ ഫാത്തിഹൻ്റെ ശേഷം ആദ്യത്തെ 2 റക്അത്തിൽ നമ്മൾ സൂറത്ത് ഓതുമല്ലോ. ആ സൂറത്ത് ഇപ്പോൾ ചിലർ എല്ലാ നിസ്കാരത്തിലും ഒരു റക്അത്തിൽ ഇഖ്ലാസ് ഓതും, അത് കുലുവല്ലാഹു ഓതും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഓതും. സപ്പോസ് ഇന്നാത്തൈനാക്കൽ കൗസർ അങ്ങനെ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ കുലു റബ്ബിനാസോ അങ്ങനെ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ തറാവി നിസ്കരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, തറാവി കുറേ റക്അത്തുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് ഓതാതിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ചെറിയ സൂറത്തുകൾ പഠിക്കുക. ചെറുത് മതി, കുഞ്ഞു സൂറത്തുകൾ കുറേ ഉണ്ടല്ലോ. ആ ഖുറാൻ്റെ ലാസ്റ്റ് വരുന്ന ചെറിയ സൂറത്തുകൾ, അത് നമ്മൾ ചെറിയ മദ്രസ പഠിക്കുമ്പോൾ കാണാതെ പഠിച്ച സൂറത്തുകളായിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ചിലപ്പോൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സ്റ്റക്കായവരുണ്ടെങ്കിൽ വീണ്ടും അത് എന്തെങ്കിലും സ്റ്റക്കായി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സൂറത്തുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിസ്കാരത്തിൽ ഓതാത്ത സൂറത്തുകൾ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ 2 റക്അത്ത് വെച്ചല്ലേ നമ്മൾ തറാവി നിസ്കരിക്കുക. ആദ്യത്തെ 2 റക്അത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 സൂറത്ത് ഏതെങ്കിലും 2 സൂറത്ത് ഓതുക. പിന്നെ അടുത്ത 2 റക്അത്തിൽ വീണ്ടും അതന്നെ ഓതാതെ വേറെ 2 സൂറത്തുകൾ ഓതുക. പിന്നെ അടുത്ത 2 റക്അത്തിൽ വേറെ 2 സൂറത്ത് ഓതുക. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സൂറത്തുകൾ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ഫർള് നമസ്കാരങ്ങളിലൊക്കെ വേറെ സൂറത്തുകൾ ഓതിയിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും.
പിന്നെ സുജൂദിൽ പറയുന്ന നമ്മൾ ദിക്റുണ്ടല്ലോ, അതല്ലാതെ വേറെ ഉണ്ട്. അപ്പം അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി വെച്ചിട്ട് അത് എഴുതിയെടുത്തിട്ട് അത് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആദ്യത്തെ നിസ്കാരത്തിൽ നിങ്ങൾ സുജൂദിൽ ചെല്ലുക, അതേ ദിക്റിനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ രണ്ടാമത്തെ നിസ്കാരത്തിൽ ചെല്ലേണ്ട ആവശ്യമില്ല, അത് വേറെ ചെല്ലുക. അങ്ങനെ നമുക്ക് നബി പഠിപ്പിച്ചെന്ന് നമ്മൾ ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളെ ലൈഫിലേക്കും നിസ്കാരത്തിലേക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. ഖുർആൻ ഇപ്പോൾ ഓതി തീർക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ദുആകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ പറ്റി, അതായത് രാവിലെയും വൈകുന്നേരമുള്ള ദുആകൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാത്തവരാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അതേപോലെ എന്താ പറയുക, നമസ്കാരത്തിൻ്റെ ഓരോരോ നമസ്കാരത്തിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ, നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആകൾ, അങ്ങനെയുള്ള നമ്മൾ ശരിക്കും ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ റമദാൻ്റെ മുന്നേ, അത് ചെയ്യാത്തവർ ഒക്കെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് റമദാനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അള്ളാഹ്ക്ക് എപ്പോഴും ഇഷ്ടം കൺസിസ്റ്റൻസി ആണല്ലോ. അതായത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളാണ് അള്ളാഹ്ക്ക് എപ്പോഴേലും ചെയ്യുന്ന ഒന്നായിട്ട് ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാർട്ടപ്പുകൾ കൊടുക്കാൻ പറ്റിയ ഒരു ടൈമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾ സ്നാക്ക് ഉണ്ടാക്കണ്ട, ഫുഡ് ഉണ്ടാക്കണ്ട, ആരെയും നോമ്പ് തുറക്കാൻ വിളിപ്പിക്കണ്ട, അല്ലെങ്കിൽ എന്താ പറയുക ആർക്കും ഉണ്ടാക്കിയിട്ട് ഫുഡ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ്ട, ഒന്നുമല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈസി ആയ സാധനങ്ങൾ, ചിലർക്ക് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് പത്തിരി ആയിരിക്കും ഈസി. ഇപ്പം എന്നോട് പറയും ചിലർക്ക്, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറേ ഇല്ല, ചപ്പാത്തി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും. പക്ഷെ എനിക്ക് പേഴ്സണലി ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഈസി ഉള്ളത് ഓരോരുത്തർക്കും പേഴ്സണലി ഏതാണോ അങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സൽക്കാരങ്ങളൊക്കെ നടത്തി എന്താ പറയുക, നോമ്പ് തുറപ്പിക്കണേന് പ്രതിഫലം ഉണ്ടല്ലോ. അതായത് നമുക്ക് അവരുടെ പ്രതിഫലം കുറയാതെ നമുക്ക് അവർ നോമ്പ് നോറ്റേൻ്റെ കൂലിയും കൂടി നമുക്ക് കിട്ടും. അപ്പം അതൊക്കെ നിങ്ങൾ നേടിയിട്ട് നല്ല എന്താ പറയുക റാഹത്തോടു കൂടെ ഈ റമദാനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും ഒക്കെ നോറ്റ് വീട്ടി നമുക്ക് എല്ലാ പ്രതിഫലവും നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അത് എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു റമദാനോട് കൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റമദാനെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കത് നേടിയെടുക്കുമെന്ന വാശിയിൽ നിങ്ങളതൊന്ന് പ്രാർത്ഥിച്ച് പഠിച്ചോൻ്റെ കയ്യിൽ നിന്ന് കയ്യിലാക്കി നോക്ക്, ഒന്ന് മേടിച്ച് നോക്ക്. നടക്കും, ഇൻഷാ അല്ലാ നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാവണം. എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള മറ്റ് വീഡിയോസും നമ്മൾ എന്താ പറയുക ഇൻറ്റീരിയറും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഒക്കെയുള്ള വീഡിയോസാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടു നോക്കുക മറ്റുള്ള വീഡിയോസൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സിൻസിയറായിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ പറയാത്ത കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് ഉൾപ്പെടുത്തുക. അതാവുമ്പോൾ എനിക്കും ഉപകാരമാവും, ആ കമൻറ്റ്സ് വായിക്കുന്ന മറ്റുള്ളവർക്കും അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും അവരുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതായത് ഇത് പറയാൻ എനിക്കെന്ത് യോഗ്യത എന്ന് നിങ്ങൾ ആലോചിക്കുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന കാര്യം നല്ല കാര്യങ്ങളാണെങ്കിൽ അത് ഫോളോ ചെയ്യാൻ, ഒരുപക്ഷെ ഞാൻ ഫോളോ ചെയ്യാത്ത കാര്യമാണെങ്കിൽ പോലും എനിക്കത് പറയുമ്പോൾ ഞാൻ നല്ല കാര്യം പറയണമല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന നല്ല കാര്യം എനിക്കും നിങ്ങൾക്കും യൂസ്ഫുൾ ആവട്ടെ, ഫോളോ ചെയ്യാൻ കഴിയട്ടെ, അതിന് റബ്ബ് നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇവളാരാ ഇത് പറയാൻ, അല്ലെങ്കിൽ ഇവൾക്കിത് പറയാൻ എന്ത് യോഗ്യതയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറയുക സൂം ചെയ്ത് നോക്കിയിട്ട് ഇവൾക്കിത് പറയാൻ യോഗ്യതയുണ്ടോ, ഇവളുടെ കൈ എവിടെയും കാണുന്നുണ്ടോ, കാലം എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. ഞാൻ വീടിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ് പറയല് കേട്ടോ. ഞാൻ എൻ്റെ ഐഡിയാസും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് അത് മറ്റുള്ളവർക്ക്, വീട് പണി നടക്കുന്നവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അവർ യൂസ് ചെയ്തോട്ടെ. അതേപോലെ ഹൗസ് കീപ്പിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ മോട്ടിവേഷൻ ആണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആവട്ടെ, അല്ലാത്തവർ വേണ്ട അത് സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ, അത്രേ ഉള്ളൂ. അതോ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാതെ മുന്നോട്ട് പോകാം. നമ്മളൊരാളെ റോട്ടിൽ നിന്ന് കാണുമ്പം ആ ആൾ ഇട്ട ഡ്രസ്സോ അല്ലെങ്കിൽ അയാളെ കണ്ടിട്ട് അയാൾ നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ അയാൾ അതിൻ്റെ മുന്നേ
അതിനേക്കാളും മോശമായിരിക്കും. അതിൽ നിന്ന് അയാൾ എത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അയാളും അള്ളാഹും തമ്മിൽ എത്ര അടുത്തിട്ടുണ്ടാവും നമ്മൾ നോക്ക്. നമ്മൾ ചിലപ്പോൾ അത്രയൊന്നും അള്ളാഹിനോട് അടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ അതിനേക്കാളും ചിലപ്പം ബോഡിയൊക്കെ കവർ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനോട് അത്ര അടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറൊരാളെ കണ്ടിട്ട് അയാൾ അള്ളാഹുവിൻ്റെ അടുത്തൊരാളല്ല, അയാൾ ശരിയല്ല, അയാൾക്ക് ഇതൊന്നും പറയാൻ യോഗ്യതയല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാണ്ട് അവരെന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുക്കുക, നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അവരും അള്ളാഹും തമ്മിലുള്ള കണക്ഷൻ അത് അവർ അള്ളാഹും തമ്മിലായിക്കോട്ടെ. അവർ നമ്മൾ അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാൻ പോകണ്ട, അതിനെക്കുറിച്ച് മുൻവിധികളൊന്നും പറയണ്ട. അവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് എന്താ പറയുക, പ്രാക്ടീസിങ് മുസ്ലിം എന്ന് പറയല്ല, അവർ കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടാവും. അവർ കുറേ കാര്യങ്ങളിലും അവർ തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പം പണ്ട് മുതൽ ചെയ്തു പോരുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും. അത് വേറെ ആർക്കും അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പറയുക, നമ്മളൊന്ന് നിയന്ത്രിച്ചിട്ട് നമ്മളെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മളതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചവരുടെ അടുത്ത് നേടിയെടുക്കുക. മറ്റുള്ളവർക്ക് അത് കിട്ടിയല്ലോ, ഇത് കിട്ടിയല്ലോ, അവർക്ക് ആ വീട് കിട്ടിയല്ലോ, ഇവർക്ക് വീട് കിട്ടിയല്ലോ എന്ന് നമ്മൾ എന്താ പറയുക അതിനെ അസൂയപ്പെട്ട് നടക്കാതെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് അവർക്ക് കൊടുത്ത അള്ളാഹുവിനെ നമുക്കും ആക്സസ് ഉണ്ടല്ലോ. അല്ലാതെ അവർക്ക് മാത്രം അള്ളാഹിൻ്റെ അടുത്തേക്കുള്ള ഡോറ് തുറന്ന് കിട്ടിയൊന്നുമല്ലല്ലോ. അപ്പം നമുക്കും ചോദിക്കാൻ പറ്റും, അവർക്കും ചോദിക്കാൻ പറ്റും. അവർക്ക് കിട്ടിയെങ്കിൽ നമ്മളും അള്ളാഹിനോട് ചോദിച്ചു നോക്കാം, നമുക്കും കിട്ടുമല്ലോ. നമുക്ക് തരാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ തരും. അവർ പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും നമുക്ക് തരാൻ പോണത് നമ്മൾ ചോദിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കും എനിക്കും ഇത് കാണുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.